ആരവമൊക്കെ ഒതുങ്ങി എല്ലാവരും തിരിച്ച് ജോലികളിലേക്കും തിരക്കുകളിലേക്കും പ്രവേശിച്ചു തുടങ്ങി. ഓണം ഓഫറിൽ വാങ്ങിയ പുതിയ ഫോണും ടിവിയും വാഷിംഗ് മെഷീനും ഒക്കെയായി വീടുകൾ ഒന്ന് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. പക്ഷേ ഈ പുതിയ സാധനങ്ങൾ വരുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാകും: ഈ പഴയത് എന്ത് ചെയ്യും? മേശയുടെ വലിപ്പിലോ പഴയ പെട്ടിയിലോ പൊടി പിടിച്ച് കിടക്കാനാണോ അതിന്റെ വിധി? ഒരിക്കലുമല്ല. ഇവിടെയാണ് ഓണം കഴിഞ്ഞാൽ മറ്റൊരു കച്ചവട സീസണ് തുടക്കമാകുന്നത്. ഓണം കഴിഞ്ഞാൽ OLXിലും ക്വിക്കറിലുമൊക്കെ പെട്ടെന്നൊരു ചാകരയാണ്. പുതിയത് വാങ്ങി പഴയത് വിൽക്കുന്ന മലയാളിയുടെ ഈ പുതിയ ശീലത്തെ നമുക്കൊന്ന് അടുത്തറിയാം. ഇതിനെ ഒരു പുതിയ പേരിട്ട് വിളിക്കാം: അപ്ഗ്രേഡ് ഇക്കോണമി. എന്താണ് ഈ അപ്ഗ്രേഡ് ഇക്കോണമി? ഓണം പോലുള്ള ഉത്സവകാലത്തെ ഓഫറുകൾ മുതലെടുത്ത് പുതിയ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു. എന്നിട്ട് അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാത്ത പഴയ ഉൽപ്പന്നം സെക്കൻഡ് ഹാൻഡിൽ വിപണിയിൽ വിൽക്കുന്നു. ഇങ്ങനെ വിൽക്കുമ്പോൾ കിട്ടുന്ന പണം പുതിയ ഉൽപ്പന്നത്തിന് വേണ്ടി വന്ന ചിലവിലെ ഒരു വലിയ ഭാഗം തിരികെ പിടിക്കാൻ സഹായിക്കുന്നു. ഇതിനു പിന്നിൽ രസകരമായ ഒരു സാമ്പത്തിക മനഃശാസ്ത്രമുണ്ട്. ഉദാഹരണത്തിന് 50,000 രൂപ കൊടുത്ത് നിങ്ങൾ ഒരു പുതിയ ഫോൺ വാങ്ങി എന്ന് കരുതുക. നിങ്ങളുടെ പഴയ ഫോൺ 10,000 രൂപയ്ക്ക് OLXിൽ വിൽക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ മനസ്സ് കണക്ക് കൂട്ടുന്നത് പുതിയ ഫോണിന് 35,000 രൂപയെ ചെലവായുള്ളൂ എന്നാണ്. ഇത് പുതിയ സാധനം വാങ്ങിയതിലുള്ള കുറ്റബോധം കുറയ്ക്കാനും ആ വാങ്ങലിനെ സ്വയം ന്യായീകരിക്കാനും നമ്മളെ സഹായിക്കുന്നു. ഇന്നിതൊരു ചെറിയ ഏർപ്പാടല്ല, കോടിക്കണക്കിന് രൂപ മറിയുന്ന ഒരു വലിയ വിപണിയായി ഇത് മാറിക്കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഒരു പഴയ സാധനം വിൽക്കാൻ വെക്കുമ്പോൾ എങ്ങനെയാണ് അതിന് വിലയിടുന്നത്? അവിടെ ചില രീതികളുണ്ട്. ഒന്നാമത്തേത് ഉൽപ്പന്നത്തിന്റെ പഴക്കമാണ്. 1 വർഷം ഉപയോഗിച്ച ഫോണിന് കിട്ടുന്ന വിലയല്ല 3 വർഷം ഉപയോഗിച്ച ഫോണിന് കിട്ടുക. രണ്ടാമത്തേത് അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. സ്ക്രീനിലെ ചെറിയൊരു പോറൽ പോലും വില കുറയ്ക്കാൻ കാരണമാകും. ഒറിജിനൽ ബോക്സും ചാർജറും ബില്ലും എല്ലാം കയ്യിലുണ്ടെങ്കിൽ കൂടുതൽ വില കിട്ടും. പിന്നെ ഏറ്റവും പ്രധാനം, അതേപോലുള്ള മറ്റു ഉൽപ്പന്നങ്ങൾക്ക് മറ്റുള്ളവർ എന്ത് വിലയാണ് ഇട്ടിരിക്കുന്നത് എന്ന് നോക്കുക എന്നതാണ്. ഇതിൽ നിന്നാണ് ഒരു ശരാശരി വില നമ്മൾ കണ്ടെത്തുന്നത്. ഈ ഒരു പ്രവണതയ്ക്ക് മറ്റൊരു നല്ല വശം കൂടിയുണ്ട്. ഇതിനെ നമുക്ക് സർക്കുലർ ഇക്കോണമി അഥവാ പുനരുപയോഗത്തിന്റെ ഒരു പുതിയ സാമ്പത്തിക ചക്രം എന്ന് വിളിക്കാം. നമ്മൾ ഉപേക്ഷിക്കുന്ന ഒരു ഉപകരണം മറ്റൊരാൾക്ക് ഉപകാരപ്രദമാവുകയാണ്. ഇത് ഇലക്ട്രോണിക് മാലിന്യം കുറയ്ക്കാൻ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. അതുപോലെ പുതിയൊരെണ്ണം വാങ്ങാൻ സാമ്പത്തികമായി ശേഷിയില്ലാത്ത ഒരാൾക്ക് നല്ല അവസ്ഥയിലുള്ള ഒരു ഉപകരണം പകുതി വിലയ്ക്ക് വാങ്ങാൻ ഈ വിപണി അവസരം നൽകുന്നു. അതായത് വിൽക്കുന്നയാൾക്ക് തന്റെ പണം ഭാഗികമായി തിരികെ കിട്ടുന്നു, വാങ്ങുന്നയാൾക്ക് കുറഞ്ഞ വിലയ്ക്ക് നല്ലൊരു സാധനവും ലഭിക്കുന്നു. ഇതൊരു വിൻ വിൻ സാഹചര്യമാണ്. അപ്പോൾ ഓണം കഴിഞ്ഞ് OLXിൽ വരുന്ന ഈ പരസ്യങ്ങൾ വെറും പഴയ സാധനങ്ങൾ വിൽക്കാനുള്ള ശ്രമം മാത്രമല്ല, അത് മാറുന്ന മലയാളിയുടെ ഉപഭോഗ സംസ്കാരത്തിന്റെയും സാമ്പത്തിക ചിന്താഗതിയുടെയും പുതിയ അവസരങ്ങൾ കണ്ടെത്താനുള്ള കഴിവിന്റെയും ഒരു പ്രതിഫലനം കൂടിയാണ്. പുതിയതിനെ സ്വാഗതം ചെയ്യുമ്പോഴും പഴയതിന് ഒരു പുതിയ ജീവിതം നൽകുന്ന ഈ അപ്ഗ്രേഡ് ഇക്കോണമി ഒരു മികച്ച ആശയം തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.